ചാപ്റ്റർ 7 ആണ് സട്ടോത്തിരി കവിത. സർവേശ്വർ ദയാൽ സക്സേന, അതായത് ദുഷ്യന്ത കുമാർ, രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവികളാണ്. അവരുടെ കവിതകളുടെ സാരാംശമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ആദ്യം കവി പരിചയം. സർവേശ്വർ ദയാൽ സക്സേന का जन्म 15 സിത്തംബർ 1927 ബസ്തി ജില്ലയിലെ പിക്കോര എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ലഗ്ഭഗ് 17 വർഷത്തേക്ക് ഒരു 17 വർഷത്തോളം അദ്ദേഹം ഹിന്ദിക്ക് ഹിന്ദിയിലെ പ്രസിദ്ധമായിട്ടുള്ള പത്രികയാണ് ധീമാൻ, അതിൽ ജോലി ചെയ്തിട്ടുണ്ട്. കാം കിയ. ഉन्होंने बच्चों की മാസിക പത്രിക പരാഗ് भी संपादन किया था. അതുപോലെ തന്നെ കുട്ടികളുടെ മാസിക പത്രികയായിട്ടുള്ള പരാഗ് അദ്ദേഹം എഡിറ്റ് ചെയ്തതാണ്. 23 സിത്തംബർ 1983 അദ്ദേഹം മരണപ്പെടുന്നത്. നിധൻ ഹോഗയ, അദ്ദേഹത്തിൻ്റെ നിധൻ സംഭവിക്കുന്നത്. അദ്ദേഹത്തിന് 57 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതയുടെ സാരാംശമാണ് അടുത്തെടുക്കാൻ പോകുന്നത്. ഹമാര പ്രാചീൻ സാഹിത്യമേ ദേവതാओं दानवों एवं मानव चरित्रों के साथ साथ पशु पक्षियों को भी खूब चित्रण हुआ है. നമ്മുടെ പ്രാചീന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രാചീന സാഹിത്യത്തിൽ ദേവതകളെ കുറിച്ച്, അതുപോലെ ദാനവം എന്ന് പറഞ്ഞാൽ അസുരന്മാരെ കുറിച്ചിട്ട്, ഏവം മനുഷ്യരെ കുറിച്ചിട്ട്, അതുപോലെ പശു പക്ഷികളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ചിത്രം കാണാനായിട്ട് സാധിക്കും. मनुष्य से भिन्न प्राणियों का कथा भी हिस्सा बनाकर रचनाकारों मनुष्य समाज के समक्ष आदर्श प्रस्तुत किया है एवं मनुष्य की संवेदना को विस्तार करने का प्रयास किया है. मनुष्य से भिन्न प्राणी, മനുഷ്യനല്ലാതെ വേറെ പ്രാണികളെ കുറിച്ചിട്ട് മനുഷ്യനെ പോലെ തന്നെ ഒരു ഭാഗം ആർക്ക് കൊടുത്തിട്ടുണ്ട്? പ്രാണികളെക്കുറിച്ച് രചന ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. മനുഷ്യ സമാജിക്ക് സക്ഷം മാതൃ പ്രസ്തുതി, അത് മനുഷ്യ സമൂഹത്തിലേക്ക് അത് എത്തിച്ചിട്ടുണ്ട്. ഏവം മനുഷ്യക്ക് സംവേദനാമേ വിസ്താർ കർണേക്ക പ്രയാസിക്കുക, അതിലൂടെ മനുഷ്യൻ്റെ സംവേദനകളെ വിസ്താരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എല്ലാ പ്രാണികളെ കുറിച്ചിട്ട് രചന ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെക്കുറിച്ച് രചിക്കുന്നത്. ആജ് വി ऐसा प्रयोग जारी है, ഈ സമൂഹത്തിൽ അത് വളരെ ഉപകാരപ്പെട്ടതാണ്. ഹമാരെ പരിവേഷ് വിഷയ ബി ബദൽ രഹാ ഹെ, നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അഭിവ്യക്തിക്ക് നയേ ടങ്ക്, നമ്മുടെ ഓരോരുത്തരുടെ അഭിവ്യക്തി, അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് പുതിയ രൂപത്തിൽ ഓർ ഭാവബോധത്തെ പരിചിത കരാനെ കേലിയെ, നമ്മുടെ ഭാവബോധങ്ങളെ അല്ലെങ്കിൽ നമ്മളെ മാറ്റങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി സർവേശ്വർ ദയാൽ സക്സേന की കവിത ഹെ ബേഡിയ का പാഠപ്രസ്തുതി ഹെ, നമ്മുടെ ഭാവബോധങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടുവന്ന് സർവേശ്വർ ദയാൽ സക്സേന ബേഡിയ എന്ന് പറഞ്ഞിട്ടുള്ള പാഠം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ പോലെ തന്നെ മൃഗങ്ങൾക്കും പണ്ടുകാലത്ത് അല്ലെങ്കിൽ പ്രാചീന കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്നാണ്. എന്നാൽ വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചിട്ട് ഒരു അവതരണം അവതരിപ്പിക്കുകയാണ് കവിതയിലൂടെ സർവേശ്വർ ദയാൽ സക്സേന. കവിത ഭേഡിയ ഗുദർത്താ ഹേ തും മശാൽ ജലാओ ഭേഡിയ കർ ചുക്കേ ഹോങ്കെ ഓർ തും എന്ന് പറയുന്ന കവിതയെ കുറിച്ചിട്ട് അതിൻ്റെ പ്രസംഗം തയ്യാറാക്കുക. ഫസ്റ്റ് കവിത ഹിസ്സക് ശോഷക് ദമൻകാരി താക്കത്തോं के विरुद्ध ആം ആത്മീയക്കോ സംഘടിത കർണേക്ക സന്ദേശ ദേതാ ഹെ. ഈ കവിത ഹിസ്സക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹിംസ ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യുന്നവർ, നമ്മൾ അടിച്ചമർത്തുന്നവരെ കുറിച്ചും വിരുദ്ധ ഇവരെയൊക്കെ വിരുദ്ധമായിട്ട് ആത്മീയക്കോ സംഘടിത കർണേക്ക, നമ്മളെ സാധാരണക്കാരായ ആൾക്കാരെ എന്ത് ചെയ്യണം? സംഘടിപ്പിക്കുന്ന എന്ന ഉദ്ദേശത്തോടെയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. प्रस्तुत अंश में वास्तविक मनुष्य एवं मनुष्य के वेश में भेड़ियों के बीच अंतर किया गया है. ഈ പ്രസ്തുതമായിട്ടുള്ള അംശത്തിൽ വാസ്തവികരായിട്ടുള്ള മനുഷ്യക്ക് വേഷമേം, മനുഷ്യൻ്റെ വേഷത്തിൽ എന്താണ്? ബേഡിയോം കെ ബീച്ച്, ബേഡിയോ എന്ന് പറഞ്ഞാൽ എന്താ? ചെന്നായുമായിട്ട് മനുഷ്യന് യാതൊരു തരത്തിലുള്ള അന്തരമില്ല എന്നും ആര് പറയുന്നു? ഈ കവിതയിലൂടെ സർവേശ്വർ ദയാൽ സക്സേന പറയുന്നു. ബേഡിയയ്ക്ക് വിരുദ്ധ ആംജൻ കോ സംഘടിത ഹോനേക്കയിലെ കഹാഗെ, ബേഡിയയ്ക്ക് വിരുദ്ധമായിട്ട്, ബേഡികൾ എന്ത് ചെയ്യണം? നമ്മളെ ബേഡിയ എന്ന ചെന്നായ്ക്കളെ നമ്മൾ എന്ത് ചെയ്യണം? നശിപ്പിക്കണം. അവരുടെ വിരുദ്ധമായിട്ട് നമ്മൾ സാധാരണക്കാരായ ജനങ്ങളെ നമ്മൾ സംഘടിപ്പിക്കണമെന്ന് ഈ കവിതയിലൂടെ ആര് പറയുന്നു? സർവേശ്വർ ദയാൽ സക്സേന പറയുന്നു. വ്യാഖ്യ നോക്കാം.
कवि द्वारा बेड़ियों की हिंसक क्रूरता के विरुद्ध किसानों को एकजुट होकर मशाल जलाने की बात कही है. കവി മുഖേന ബേഡിയോങ്കി ഹിംസ ക്രൂരത, ബേഡിയ എന്ന് പറഞ്ഞാൽ എന്താ, ചെന്നായ്ക്കളുടെ ഹിംസാപരമായിട്ടുള്ള ക്രൂരതകളും വിരുദ്ധ ഹിംസാനോങ്കോ ഏകജൂട് ഹോക്കർ, അവരുടെ വിരുദ്ധമായിട്ടുള്ള അവർ നമ്മൾ വിരുദ്ധരായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻസാൻ എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യരെ, ഏകജൂട് ഹോക്കർ വിരുദ്ധരായിട്ടുള്ള മനുഷ്യരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് മസാൽ ജലാനയ്ക്ക് എന്താണ്, തീ കൊളുത്താൻ, എന്നുവെച്ചാൽ എന്താ, പന്തം കത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി അല്ലെങ്കിൽ ബേഡിയോൻക്ക് വേണ്ടി പന്തം കത്തിക്കാനായിട്ട് പറയുകയാണ്. ആപ്നെ സദിയും പഹലെ സീഖ് ലീതി, ഇത് നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പഠിച്ച കാര്യമാണ്. പശു ആജ് ബി ആഗ് ജലാനെ നെഹി ജാൻതാ, എന്നുവെച്ചാൽ പശുക്കൾക്ക്, മൃഗങ്ങൾക്ക് ആഗ് തന്നെ തീ ജ്വലിപ്പിക്കാനായിട്ട് അറിയില്ല, കത്തിക്കാനായിട്ട് അറിയില്ല. ബൽക്കി വ ആഗ് സേ ഡർത്തെ ഹെ, എന്തുകൊണ്ടെന്നാൽ അവർ നമ്മളെ തീയെ ഭയപ്പെടുന്നു. കവിനെ ഇസ്ലിയെ ഹിസ്സക്ക് ബേട്ടിയോങ്കെ വിരുദ്ധ മശാൽ ജനായ്ക്ക് ബാത്ത് കത്തി ഹെ, അതുകൊണ്ട് തന്നെയാണ് അവരെ ഹിംസ ചെയ്യുന്ന ചെന്നായ്ക്കളെ എന്തു ചെയ്യാനായിട്ട് പറയുന്നത്, വിരുദ്ധരായിട്ട്, അവർക്ക് വിരുദ്ധമായിട്ട് പന്തം കത്തിക്കാനായിട്ട് പറയുന്നത്, അവരെ കൊല്ലാനായിട്ട് പറയുന്നത്. ആപ്പ് യഹ് ജാൻതേ ഹേ കി, ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, ബേഡിയ ഏക്ക് ജംഗിളി ജാനുഭരെ, ബേഡിയ എന്ന് പറയുന്നത് ഒരു കാട്ടുമൃഗമാണ്. യഹ് ഇസഗ് ഓർ ക്രൂർ പശു ഹേ, ഹിംസ ചെയ്യുന്നവരും ക്രൂരമായ മൃഗവുമാണ്. സദാ ഓർ ക്രൂരത പാശവ് പ്രവൃത്തി ഹേ, ഇസയും ക്രൂരതയും മൃഗീയമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് പറയുന്നു. കവിനെ തും സർവനാം ശബ്ദ കാ പ്രयोग किया है, കവി എന്താണ് തും എന്ന് പറയുന്ന സർവനാം ശബ്ദത്തെ പ്രയോഗിക്കുന്നു. തും വഹ് जनसामान्य है जो सदियों से शोषित अन्याय को शिकार, पीड़ित, उपेक्षित और शोषित जीवन जीने के लिए विवश है. എന്താണ്, വഹ് ജനസാമാന്യത്വം എന്ന് പറയുന്നത് ജനസാമാന്യരാണ്, ജനങ്ങളാണ്. ജോ സദിയോം സേ ശോഷിത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവർ ചൂഷണം ചെയ്യപ്പെട്ടവരാണ്. ക്രൂരതകൾക്കും അനീതികൾക്കും ശിക്കാർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ അടിച്ചമർത്തുക, പീഡിപ്പിക്കുക. ഉപേക്ഷിത് ഓർ ശോഷിത ജീവൻ ജയിലിക്കലി വിവശിഹ, അവർ ശോഷിതമായ ജീവിതം നയിക്കുന്നവരുമാണ്. ഇനി മാമൂലി ലോകം സെ മശാൽ ജനാനയ്ക്ക് ആഗ്രഹ കവി കരാഹേ, അതുപോലെ ആർക്ക് വേണ്ടി, മാമൂലി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, മശാൽ ജലാനയ്ക്ക് പന്തം കത്തിക്കണമെന്ന് ആഗ്രഹം, അവർക്ക് വേണ്ടി പ്രതികരിക്കണം, സാധാരണക്കാരായ ആൾക്കാരെ നമ്മൾ രക്ഷിക്കണം എന്ന ഉദ്ദേശത്തിലാണ്. പേജ് നമ്പർ 59 അംശം 1 തുടർച്ച, പാരഗ്രാഫ് 2. आप जानते हैं कि अपने निजी हितों के लिए समाज का शोषण और दमन करने वाला कोई एक ही नहीं बल्कि बहुत से लोग होते हैं. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമൂഹത്തെ ചൂഷണം ചെയ്യുക, ദമൻ, അടിച്ചമർത്തുക എന്ന് പറയുന്നത് നെഹി ഹോത്തി ബൽക്കി, ഒരാൾ മാത്രമല്ല ചെയ്യുന്നത്, ബൽക്കി സേ ലോഗ് ഹോത്തെ, ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറയുന്നു. എസേ ലോഗോം കി കവിനെ ബേഡിയോം കഹാ ഹെ, അപ്രകാരമുള്ള ജനങ്ങളെയാണ് എന്ത് പറയുന്നു, കവി ചെന്നായ്ക്കൾ എന്ന് പറയുന്നത്. ബേഡിയോ ജംഗിൾ കി ജോഡിയോമേ രഹത്തെ, ബേഡിയം എവിടെയാണ് താമസിക്കുന്നത്, കാട്ടിലെ കുറ്റിക്കാടുകളിലാണ് താമസിക്കുന്നത്. വേ യഹാ അപ്നെ സുരക്ഷിത മഹ്സൂസ് കർത്തേ ഹെ, അവർ അവിടെ സുരക്ഷിതമാണെന്ന് അവർ വിശ്വസിക്കുന്നു. കവി का आग्रह है कि करोड़ों हाथों में मशाल दमकर इन झांडियों की ओर बढ़ने से ही ये बेड़िया ഭാഗ്യേങ്കേ, ചില ഒരു കവിയുടെ ആഗ്രഹമാണ്, ഒരുപാട് കരോടന ലക്ഷക്കണക്കിന് ആൾക്കാർ കൈകളാൽ മശാൽ, പന്തം ജ്വലിപ്പിക്കുകയാണെങ്കിൽ ഈ എന്ത് ചെയ്യും, ഈ ജാണ്ടികളിൽ നിന്ന് കുറ്റിക്കാടുകളിൽ നിന്ന് ബേഡിയ ഓടിപ്പോകുമെന്നാണ് കവി പറയുന്നത്. അവിടെ അത്ര മതി. അടുത്ത ലാസ്റ്റ് വരി നോക്കാം. ഇസ്മേ കവിതമേ കവിനെ അപ്നെ സമയക്ക് സാമാജിക് രാജനീതിക് ഓർ ആർത്തിക് സ്ഥിതിയോങ്കി ഓർ സംഗീതികയാഹെ, ഈ കവിതയിൽ കവി അവരുടെ ആ കാലഘട്ടത്തിലെ സാമൂഹികപരവും രാജനീതിക് എന്ന് പറഞ്ഞാൽ എന്താ, രാഷ്ട്രീയപരവും, ആർത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനപരമായിട്ടുള്ള സ്ഥിതികളെ കുറിച്ചിട്ട് ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ് ആ ഫസ്റ്റ് അംശത്തിൻ്റെ സാരാംശം. അടുത്തത്
क्वेश्चन നോക്കാം सर्वाधिक उपयुक्त निकल्प चुनकर पूछे गए प्रश्नों के उत्तर दीजिए क्वेश्चन മാത്രം അങ്ങനെ പറഞ്ഞു ഫസ്റ്റ് क्वेश्चन भेड़ियों के घुराने का कारण है आंसर उसे दूसरों के भयभीत करना है तुम का प्रयोग हुआ है तुम എന്ന് പറയുന്ന ആരെയാണ് സാമാന്യ ജനതയിലെ സാധാരണക്കാരായ ജനങ്ങളെയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ भेड़िया मशाल नहीं जला सकता क्योंकि जल എന്താ भेड़िया തീ കത്തിക്കുന്നില്ല കാരണം उसने संगठन की चेतना ही नहीं है അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ कविता में प्रयुक्त निम्नलिखित प्रतीकों का उनके अर्थ का साथ मिलान कीजिए ചേരുംപടി ചേർക്കാനാണ് भेड़िया എന്ന് പറയുന്നത് ആരാ ശോഷകവർഗ്ഗങ്ങളാണ് മഷാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ ചേതന തും എന്ന് പറഞ്ഞാൽ ജനശക്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കരോട ഹാത്തക സംബന്ധ് കിൻസേ ഹേ കരോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കൈകളെന്ന് പറഞ്ഞു അത് ആരെ സൂചിപ്പിക്കുന്നതാണ് ആം ആദ്മിക്ക് സാധാരണക്കാരായ ജനങ്ങളെ ആറാമത്തെ ക്വസ്റ്റ്യൻ ഹാത്തമേ മഷാൽ ലേക്കർ ബഡ്നെ കോൺസാ ഭാവ് ഹേ കൈകളിൽ എന്തുണ്ട് പന്തം കത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഭാവം എന്താണ് സംഘർഷശീലതാക്ക ഭാവം അടുത്ത ക്വസ്റ്റ്യൻ ദുഷ്യന്ത കുമാറിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് കവി പരിചയ് ദുഷ്യന്ത കുമാർ का जन्म उत्तरप्रदेश सितंबर 1 1933 ജനിക്കുന്നത് അദ്ദേഹം उनकी प्रारंभिक शिक्षा गाँव में विद्यालय में हुई അദ്ദേഹം പ്രാഥമികമായിട്ട് പഠിച്ചത് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലെ വിദ്യാലയത്തിലാണ് ഉन्होंने ആദിം ജാതി ജനകല്യാൺ വിഭാഗ് में भी कार्य किया അദ്ദേഹം ആദ്യം എന്ന് പറഞ്ഞാൽ എന്താ ആദിവാസി ജനങ്ങളുടെ അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് सूर्य का स्वागत शीर्षक से उनकी कविता में का संग्रह सूर्य का स्वागत शीर्षक എന്ന് പറയുന്നതിൽ കവിതയുടെ സംഗ്രഹത്തിൽ 1957 അദ്ദേഹം പ്രകാശനം ചെയ്തു കേവൽ 42 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം 1957 തന്നെ മരിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ദോഹയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ हो गई है पीर पर्वत से पितलानी चाहिए इस हिमालय से कोई गंगा निकलनी चाहिए दोहയാണ് കേട്ടോ दुष्यंत कुमार दोहा प्रसंग कवि कहते हैं कि हमारा समाज व देश में ऐसी कई समस्याएं हैं जो वर्षों से बनी हुई है നമ്മുടെ സമൂഹത്തിലും ദേശത്തിലും ഒരുപാട് സമസ്യകളുണ്ട് പ്രശ്നങ്ങളുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണെന്ന് പറയുന്നു പരിസ്ഥിതിയും ഒരു വ്യവസ്ഥ ബദൽ നെഹിരഹി നമ്മുടെ പരിസ്ഥിതിയും നമ്മുടെ വ്യവസ്ഥകളൊന്നും മാറിയിട്ടില്ല ബദൽ എന്ന് പറഞ്ഞാൽ എന്താ മാറ്റം നെഹി എന്ന് പറഞ്ഞാൽ മാറ്റം ഉണ്ടായിട്ടില്ല ബൽക്കി സമയಕ್ಕೆ സാത്ത് സാത്ത് ഒരു ബദ്തർ ഹോത്തി ജാ രഹി അത് ഓരോ കഴിയും തോറും എന്തായിക്കൊണ്ടിരിക്കുകയാണ് ബദ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു व्याख्या कवि कहते हैं कि समाज की സമസ്തയെ പർവ്വതയ്ക്ക് സമാൻ വിശാൽ ഹോയി ഗയി ഹെ കവി പറയുകയാണ് സമൂഹത്തിലെ ഓരോ സമസ്തകളും സ്ഥാപനങ്ങളും എന്തിൻ്റെ പോലെ പർവ്വതങ്ങളെ പോലെ വിശാലമായിക്കൊണ്ടിരിക്കുകയാണ് യേ ഇത്തന വിരാട് രൂപലേ ചുക്കി ഹെ അതെന്താണ് ഇത്തരം വളരെ വിരാടമായിട്ടുള്ള രൂപത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് കവി എനിക്ക് സമാപ്ത കർണ ബഹുത് ജരൂരി മാനത്തെ ഹെ അതെന്താണ് സമസ്യ എന്ന് കേട്ടോ അവിടെ വരാം സമസ്ത എന്നല്ല സമസ്യ പ്രശ്നങ്ങൾ പർവ്വതം പോലെ അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് സമാജിക്ക് സമസ്യയായി പർവ്വതയ്ക്ക് സമാൻ വിശാൽ ഹോ ഗയി ഹെ നമ്മുടെ സമസ്യകൾ എന്തിൻ്റെ പോലെ പർവ്വതത്തിൻ്റെ പോലെ വിശാലമായി കൊണ്ടിരിക്കുകയാണ് എനിക്ക് വിരാട് രൂപലേഖ അതിന് ആകൃതിയില്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് വികൃതമായി കൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങളെന്ന് പറയുന്നു കവി എനിക്ക് സമാപ്ത കർണ ബഹുത് ജരൂരിമാനാണ് ഇത് ഇല്ലായ്മ ചെയ്യുക എന്നത് ഒരു വലിയ കാര്യമാണെന്ന് കവി പറയുന്നുണ്ട് ഓർ കാലത്തേക്ക് ഈ സമസ്യ എനിക്ക് സമാധാനം നിക്കൽനാ ചാഹിയെ ഈ സമസ്യയിൽ നമ്മൾ എന്ത് കൊണ്ടുവരാൻ സമാധാനം കൊണ്ടുവരണം പരിഹാരം കണ്ടെത്തണം ജैसे हिमालय से गंगा निकलती है ഹിമാലയത്തിൽ നിന്ന് ഗംഗ ഉത്ഭവിക്കുന്നു ഓർ ജനമനസ്സുക്കോ നവജീവൻ ദേക്ക് ഖുഷഹാൽ ബനാത്തി ഹെ ജനങ്ങളുടെ മനസ്സിൽ നമുക്ക് എന്താണ് പുതിയൊരു ജീവിതം നമുക്ക് കൊണ്ടുവരികയും നമ്മുടെ മനസ്സ് സന്തോഷമുള്ളവയാക്കുകയും ചെയ്യുന്നു ഭാവാർത്ഥാണ് ഹം ദേഖ്തേ ഹി കവി കുരുതിയോ
अव्यवस्थाओं और शोषण के प्रति जागरूकता उत्पन्न करते और समाधान हेतु प्रेरित भी करते हैं. കവി പറയുന്ന ഭാവാർത്ഥമാണ് ഹം ദേഖ്തേ ഹേ, നമ്മൾ കാണുന്നതാണ്. കവി കുരുതിയും, കുരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഓരോ കുരുതികൾ ചെയ്യില്ലേ, തിന്മകൾ ചെയ്യില്ലേ, അവ്യവസ്ഥകൾ, ശോഷണങ്ങൾ, ചൂഷണം ചെയ്യുന്ന പ്രതി അവരെ ജാഗരൂകത ഉൽപ്പന്നകത്തെ, ജാഗരൂകത അവബോധം ഉണ്ടാക്കുകയും സമാധാന ഹേറു പ്രേരിത് ബി കർത്ത, അവരുടെ അത് സമാധാനം അവബോധം ഉണ്ടാക്കുന്നത് കൂടെ തന്നെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കവി പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ദോഹയാണ്. ആജ് യഹ് ദീവാർ പർദോം കി തരഹ് ഹിൽനെ ലഗി ഷർത്ത് ലേക്കിൻ ദി യേ ബുനിയാദ് ഹിൽനെ ചാഹിയേ. പ്രസംഗം നോക്കാം. ദുഷ്യന്ത് കുമാർ പിछली बात को आगे बढ़ाते हैं. ഇനി വരുന്ന കാലഘട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ഓർ സമാജ് കി പരിവർത്തനം ബൽ ദേത്താ ഹെ, സമൂഹത്തിൻ്റെ മാറ്റങ്ങൾ കൂടുതൽ, പരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ, മാറ്റങ്ങളെ അതിനു വേണ്ടി, ബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മാറ്റങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതിന് കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കുന്നു. വ്യാഖ്യ इसका आशय है मनुष्य और इसके सुखों के बीच घड़ी दीवारों. इसका आशय എന്ന് പറയുന്നത് മനുഷ്യ और इसके सुखों के बीच, മനുഷ്യനും അവരുടെ സുഖങ്ങൾ വെച്ച് ഗഡി ദീവാർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് ചുമരുകളുണ്ട്. ആജിക്ക് സാമാജിക പരിവേഷമേയും അന്യായ ശോഷൺ അത്യാചാർ ഏവം അസമാനതാക്കി ദീവാറോം കി ദടി കംസോർ പടി ഹെ. നമുക്ക് ആജിക്കെ സമാജമേ, ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് എന്ത് കാണാം, അന്യായത്തിൻ്റെയും അനീതികളുടെയും ചൂഷണത്തിൻ്റെയും അസമത്വത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും അനീതിയുടെയും അസമാനതയുടെയും ദീവാരും കംസോർ പടി നമുക്ക് ഒരുപാട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്ലേ കവി ഉൻഹെ ഹിൽത്താ ഹുവാ ദേഖ്തേ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, തകർക്കണം, അടിച്ചമർത്തണം എന്ന് കവി ആഗ്രഹിക്കുന്നു. ലേക്കിൻ വ ഇസ് ദീവാർ കി നീവ് കോ ഹിലാനാ ചാഹത്തെ, ആദ്യം തന്നെ അതിൻ്റെ നീവ് എന്ന് പറഞ്ഞാൽ അടിത്തറ ഇളക്കണം. ഇസ് പ്രകാർ ദീവാർ പർ ടങ് പർദ ഹവ ഹിൽക്കർ ബി, അവിടെ വേണ്ട. അടുത്ത ഏറ്റവും അവസാനത്തെ ലൈൻ നോക്കാം. इसलिए कवि चाहते हैं कि दीवार की बुनियाद को हिलाकर स्थायी समाधान निकलना चाहिए. അതെന്താ, അവരുടെ ആദ്യം തന്നെ കവി എന്ത് പറയുന്നു, അതിൻ്റെ അടിത്തറ ഇളക്കിയിട്ട് ബുനിയാദ് കോ ഹിലാക്കർ, അതിൻ്റെ എല്ലാ രീതിയിലുള്ള അവരവകാശങ്ങളെ ഇളക്കിക്കൊണ്ട് സ്ഥായി സമാധാനം നിക്കലിനെ ചായേ, നല്ലൊരു സമാധാനം കൊണ്ടുവരാനായിട്ട് കവി പറയുകയാണ്. ഒരുപാട് പഠിക്കാനില്ല, കുറച്ച് നോക്കി മനസ്സിലാക്കിയാൽ മതി എന്താ അർത്ഥം വരുന്നത് കേട്ടോ. ഭാവാർത്ഥം നോക്കാം. കവി कहते हैं कि समस्याओं को जड़ से मिटाने की ज़रूरी है. എൻ്റെ ഭാവാർത്ഥമാണ്. കവി कहते हैं कि इन समस्याओं को, ഈ പ്രശ്നങ്ങളെ जड़ से मिटाने की ज़रूरत है, അതിൻ്റെ വേര് പിഴിഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് കവി പറയുന്നു. മൂന്നാമത്തെ ദോഹ നോക്കാം. ഹർ സടക്ക് പർ ഹർ ഗലി മേ ഹർ നഗർ മേ ഗാവ് മേ ഹാത്ത് ലഹരാത്തെ ഹുയ ഹർ ലാഷ് ചലനി ചാഹിയെ. പ്രസംഗാണ്. പ്രസ്തുത ഭാഗ് മേ പരിവർത്തൻ കി ലഹർ കോ ഹർ ജഗ ദേഖ്നെ കി കാമന ഗയി ഹെ. ഈ ഭാഗത്തിൽ പരിവർത്തൻ കി ലഹർ, പരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ, മാറ്റത്തിൻ്റെ തിരമാലകൾ, ഹർ ജഗമേ ഓരോ ഭാഗത്തും കാമനാക്കായി കൊണ്ടുവരിക എന്നതാണ് ഈ പ്രസംഗം എന്ന് പറയുന്നത്, दोहे प्रसंगम। व्याख्या होगा कवि अपने इन गज़ल को तीसरे अंश में समाज के हर वर्ग के जागृत करने का प्रयास करते हैं। ഈ വ്യാഖ്യയിൽ കവി ഓരോ അംശത്തിലും ഈ തീസര അംശമേ മൂന്നാമത്തെ അംശത്തിൽ പറയാണ് സമൂഹത്തിൻ്റെ വർഗ്ഗക്കും സമൂഹത്തിൻ്റെ ഓരോ വർഗ്ഗങ്ങളെ ഇത് വേണം ബോധം കൊണ്ടുവരാൻ, ജാഗ്രത എന്ന് പറഞ്ഞാൽ എന്താ അവബോധം കൊണ്ടുവരാൻ പ്രയാസം അവരെ പ്രേരിപ്പിക്കുന്നു। കവി ഉन्हें भी आंदोलित करते हैं। ആന്തോളനം എന്താണ് ആന്തോളനം ചെയ്യുന്ന अभी एक विकास की मुख्य धारा से कासों दूर है और जो परिवर्तन करना चाहिए। മുഖ്യ നിന്ന് മാറി നിൽക്കുന്ന മാറ്റം കൊണ്ടുവരിക। വികാസിക്ക് മുഖ്യധാരാസെ വികാസത്തിൻ്റെ മുഖ്യധാരയിൽ കോസം ദൂരം ഒരുപാട് ദൂരമുണ്ട് എന്നിരുന്നാലും ഓർ ജോ പരിവർത്തൻ കർണാ ചാഹത്തെ അവിടെ എന്ത് കൊണ്ടുവരണം പരിവർത്തനം കൊണ്ടുവരണം। കവിക്ക് ഇച്ഛാഹയ്ക്ക് കവിയുടെ ഇച്ഛയാണ് താല്പര്യമാണ് എന്തൊക്കെ സടക്ക് ഗലി നഗർ ഓർ ഗാം ഹർ വ്യക്തിക്ക് പരിവർത്തൻ കി ചാഹിയെ നമ്മുടെ റോഡുകൾ തെരുവുകൾ നഗരങ്ങൾ ഗാവ് ഗ്രാമങ്ങൾ ഇതിൽ എന്തൊക്കെ ഓരോ വ്യക്തിയിലും എന്ത് കൊണ്ടുവരണം പരിവർത്തൻ കി ചേതനാഹോ എല്ലാ വ്യക്തിയിലും എന്തുണ്ട് പരിവർത്തനത്തിൻ്റെ ചേതനയുണ്ട് എന്ന് പറയുന്നു।
കവി ഈ अंश മാധ്യമം സെ कहना चाहता है कि കവി ഈ അംശത്തിൻ്റെ മാധ്യമം കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് സാധ്യവും സെ ദളിത് നൂറ്റാണ്ടുകളാൽ ദളിതരും ശോഷിതമായിട്ടുള്ള സമാജ് നിർജീവ് ഹോ ഗയാ ഹെ സമൂഹം ജീവനില്ലാതെ കിടക്കുകയാണ് ജിസ്മേ ജീവൻ तो है അവർക്ക് ജീവിതമുണ്ട് പരന്തു ജീവാന്തനേഹി അവർക്ക് ജീവിക്കാനുള്ള ഒരു ഇതില്ല അവകാശമില്ല അവിടെ നിരാശ ഹോക്കർ വേ അപ്പനെ അഭാവഗ്രസ്ത ദയനീയ സ്ഥിതി को ही अपने नियमित मान बैठे हैं അവർക്ക് നിരാശമായിക്കൊണ്ട് അപ്പനെ അഭാവഗ്രസ്ത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ദയനീയ സ്ഥിതി കോഹി അപ്പിനി നിയതി മാൻ ബൈട്ടെ അവരെങ്ങനെയാണ് ഇത് അവരുടെ അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അഭാവ് അപമാൻ ഉപേക്ഷ ഓർ ഉദപ്പീഡൻ को वे अपने जीवन का एक हिस्सा मान चुके हैं അപമാനം അഭാവം ഇതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഹിസ്സയാണെന്ന് ഭാഗമാണെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ऐसे उपेक्षित जनसमूह को कवि देश के हर सड़क हर गली हर नगर हर गांव से अपने मौलिक अधिकारों के लिए संघर्ष करने की प्रेरणा देती है അവരുടെ ഈ ഉപേക്ഷിക്കപ്പെട്ട ജനസമൂഹത്തിന് കവി ദേശിക്ക് ഹർ സടക്ക് ദേശത്തിലെ ഒരു സടക്കുന്ന റോഡ് ഹർ ഗലി തെരുവുകൾ ഹർ നഗർ ഓരോ നഗരങ്ങളും ഓരോ ഗ്രാമങ്ങളും അപ്പനെ മൗലിക അധികാരങ്ങൾക്ക് അവരുടെ മൗലികമായിട്ടുള്ള അധികാരങ്ങൾക്ക് സംഘർഷണം ചെയ്യണമെന്ന് എല്ലാവരെയും പ്രേരിപ്പിക്കുകയാണ് साथ ही हाथ उठाकर लहराते हुए समाज में अपनी उपस्थिति दर्ज करने के लिए प्रेरणा देती है അവരുടെ എല്ലാത്തിലും അവരുടെ അധികാരം ലഹരാത്തെ ഹുയ സമാജ് എന്നുവെച്ചാൽ എന്താ ലഹറന്ന എന്ന് പറഞ്ഞാൽ എന്താ തിരമാലകളെ പോലെ ഉള്ള സമൂഹത്തിൽ അപ്പിനി ഉപസ്ഥിതി അവരുടെ എന്തുകൊണ്ടുവരണം അവരുടെ ഉപസ്ഥിതി നിലനിൽപ്പ് കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് എന്ത് കൊടുക്കുന്നു പ്രേരണ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഈ അംശത്തിൽ മൂന്നാമത്തെ അംശം എന്ന് പറയുന്നത് അതിൻ്റെ ഭാവാർത്ഥമാണ് കവി ഇനിഹെ ഇത്തന സക്ഷം ഓർ ജാഗരൂക ബനാ ചാഹത്തെ ഹെ അവരെ മുന്നോട്ട് അവരെ വ്യവസ്ഥയിലും അവരെ എല്ലാ കാര്യത്തിലും മുന്നോട്ട് കൊണ്ടുവരാനാണ് കവി ശ്രമിക്കുന്നത് സാമാജിക കോയി വ്യവസ്ഥ എനിക്ക് ഉപേക്ഷ ഓർ ദമന കർ സകെ എങ്ങനെ കൊണ്ടുവരണം അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ സമൂഹത്തിൻ്റെ വ്യവസ്ഥ എനിക്ക് ഉപേക്ഷ ഓർ ദമന കർ സകെ ഇതെന്താ അടിച്ചമർത്താത്ത രീതിയിൽ ആ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നതാണ് കവി ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ ആണ് നാലാമത്തെ ദോഹയാണ് സിർഫ് हंगामा खड़ा करना मेरा मकसद नहीं मेरी कोशिश है कि ये सूरत बदलनी चाहिए प्रसंगान कवि इस भाग में अपनी विरोध भाव या परिवर्तनकामी चेतना को सकारात्मक बताते हैं കവി ഈ ഭാഗത്ത് തൻ്റെ പ്രതിഷേധത്തിന് വേണ്ടിയല്ല മറിച്ച് സമൂഹത്തിൻ്റെ മാറ്റിമറിക്കുന്നതിന് പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുന്നത് कवि समाज की वर्तमान स्थिति से असंतुष्ट है और वह इस बदलना चाहते വ്യാഖ്യാന കവി സമൂഹത്തിൻ്റെ വർത്തമാൻ സ്ഥിതിയിൽ സന്തുഷ്ടരാണ് പറയുന്നത് और इस बदलना चाहते അതിൽ എന്തുകൊണ്ട് വരണം മാറ്റം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു इस बदलाव के लिए हंगामा करने का एक ज़रूरी शर्त मानता है ഇതിൽ നമ്മൾ ഈ മാറ്റത്തിന് വേണ്ടി നമ്മൾ ഹംഗാമ ചെയ്യണമെന്ന് അത് ഒരു ജരൂരി ഷർത്താണെന്ന് പറയുന്നു ചെയ്യേണ്ട കാര്യമാണെന്ന് പറയുന്നു एक ये हंगामा वास्तव या सकारात्मक परिवर्तन के लिए होना चाहिए ना कि दिखावे के लिए അപ്പോൾ ഈ ഹംഗാമ വാസ്തവികമാകണം എല്ലാവർക്കും കാണാൻ രീതിയിലാവണം സകാരാത്മകമായിട്ടുള്ള പ്രവർത്തനമാകണം അല്ലെങ്കിൽ ദിക്കാവേ കേലിയ ഒരു കാണാൻ വേണ്ടിയുള്ള പ്രഹസനം മാത്രമാവരുതെന്ന് പറയുന്നു ഭാവാത്ത് യഹ് അന്യായ और असमानता के शिकार लोगों अपने जीवन में वास्तव बदलाव लेना चाहिए അതിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അന്യായം അസമത്വം അതുപോലത്തെ അനീതി शिकार लोगों के जीवन में वास्तव बदलाव जाने शिकार എന്ന് പറഞ്ഞാൽ എന്താ ഇരകളാകുന്ന ആളുകളിൽ
ജനങ്ങളിൽ ജീവന്മേ വാസ്തവ് ബദലാവുലാന, അവരിൽ വാസ്തവമാക്കി കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അന്യായവും അതുപോലെ തന്നെ അസമാനതയും ഇരയാക്കപ്പെട്ട ജനങ്ങളിൽ നിന്ന് തുടച്ചു നീക്കുക എന്നതാണ് ഉദ്ദേശം. രണ്ട് ക്വസ്റ്റ്യൻ നോക്കാം. മേരെ സിനേമേ നഹി തോ മേരെ സിനേമേ സഹി വോ കഹി ബി ആങ്ക് ലേക്ക് ആങ്ക് ജൽനി ചാഹിയെ. ഇതിൻ്റെ പ്രസംഗമാണ് यहाँ कवि चेतना जागृति के माध्यम से व्यवस्था में क्रांतिकारी बदलाव की बात करते हैं. ബോധത്തിൻ്റെ നല്ല ബോധത്തിനുള്ളവരിലൂടെ വ്യവസ്ഥയിലുണ്ടാകുന്ന ക്രാന്തികാരി ബദലാവ്, വിപ്ലവകരമായ മാറ്റമാണ് കവിയുടെ പറയുന്നത്. കവി ഇസ് ബാത്ത് കാ ആഹ്വാൻ കർത്തെ ഹേ കി, ഇക്കാര്യത്തെ ആഹ്വാനം ചെയ്യുന്നത് എങ്ങനെയാണ്? ജനവിരോധി വ്യവസ്ഥയ്ക്ക് പ്രതി വിദ്രോഹി ആങ്ക് കിസി ന കിസി ഭീതർ ജൽത്തി രഹന ചാഹിയെ. ജനവിരോധത്തിൻ്റെ ആ വ്യവസ്ഥ ഓരോ പ്രതി വിദ്രോഹിക്ക് ആങ്ക്, വിദ്രോഹത്തിനുള്ള ആ തീ കിസി ന കിസി ഭീതർ ജൽത്തി രഹന ചാഹിയെ, ഓരോരുടെ മനസ്സിനുള്ളിൽ കൊണ്ടുവരണം. കവിനെ യഥാർത്ഥ രൂപമേ ബദലാക്ക ആഹ്വാൻ, യഥാർത്ഥ രൂപത്തെ മാറ്റിക്കൊണ്ടുവരണം എന്ന് പറയുന്നു. ജോ ലോക ജനവിരോധി അന്യായപൂർണ്ണ और അപമാനജനക പരിസ്ഥിതിയോ में जीने के लिए മജ്ബൂർ है. ഓരോ ജനങ്ങളും ജനങ്ങളെ വിരോധിക്കാൻ അന്യായപൂർണമായതും അപമാനജനകമായ പരിസ്ഥിതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധിതരാണ്. कि निरंतर विरोध करना ही होगा, आग का जलते रहती एक सतत प्रक्रिया है. അത് നിരന്തരം ഉണ്ടാവുമ്പോൾ ആ വിരോധത്തിന് വേണ്ടി തീ കത്തിക്കുക എന്നത്, അല്ലെങ്കിൽ ആങ്ക് കാ ജൽത്ത എന്ന് പറഞ്ഞാൽ തീ കത്തിക്കുക എന്നുള്ളത്, അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ, സതത് പ്രക്രിയ, നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. സമയಕ್ಕೆ സമയത്തിൻ്റെ കൂടെ സമാജമേ നയി സമസ്യവും ചുനൗത്തിയോ ഉൽപ്പന്ന होती रहती है. ഒരുപാട് സമസ്യകളും, നയി എന്ന് പറഞ്ഞാൽ പുതിയ സമസ്യകളും പുതിയ മാറ്റങ്ങളും ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ പഹച്ചാനത്തെ ഹുയെ, ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് हर काल में उन्हें दूर करने का प्रयास करना रहना चाहिए. ഓരോന്നും നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട അത്യാവശ്യമാണ്. एक समस्या आज ख़त्म हुई तो कई दूसरी मुख फैलाए निकलने को गड़ी हो जाती है. ഒരു സമസ്യ അവസാനിക്കുമ്പോൾ ദൂസരി മുഖമേ, മറ്റുള്ളൊരു മുഖത്തിൽ അത് വീണ്ടും ഫൈലായി എന്ന് പറഞ്ഞാൽ എന്താ, മൊത്തം വ്യാപിക്കുക. നിഖലിനേക്ക് ഗഡി ഹോ ജാത്തി, അത് വീണ്ടും മറ്റുള്ളവരുടെ മുഖത്ത് അത് കാണാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. വീണ്ടും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തതാണ് ഭാവാർത്ഥ്. നയി ചുനൗതിയോങ്കോ സ്വീകാർ കർത്തെ ഹുയെ സംഘർഷമെങ്കിൽ ഊർജ്ജ സദൈവ് ബനി രഹിച്ചായി. പുതിയ വെല്ലുവിളിയെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട്, ചുനൗതി എന്ന് പറഞ്ഞാൽ വെല്ലുവിളിയെ സ്വീകാർ കർത്തെ ഹുയെ സ്വീകരിക്കാൻ, സംഘർഷിക്ക് ഊർജ്ജ, പോരാട്ടത്തിൻ്റെ ഊർജ്ജം, സദൈവ് ബനി രഹനി ചായി, എപ്പോഴും നമ്മൾ നിലനിർത്തി കൊണ്ടുവരണമെന്ന് ഭാവാർത്ഥത്തിൽ പറയുന്നു. അടുത്തത് സർവാധിക ഉപയുക്ത വികൽപ്പ ചുൻകർ പൂച്ചേ ഗയ പ്രശ്നങ്ങൾക്ക് ഉത്തർ ദീജിയെ. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതാനാണ്. കവി ആഗ്രഹ കർ രഹാ ഹെ, അതിൻ്റെ ആൻസറാണ് ദേശവാസിയംസെ. ആരോടാണ് കവി ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗംഗാ നിക്കൽനെ സെ കവി കാ ആശയ ഹെ. ഗംഗാ നിക്കൽന എന്ന് പറയുന്നത് കവിയുടെ ഒരു ആശയം എന്താണ്? समाधान निकलना. മൂന്നാമത്തെ क्वेश्चन, आग जलनी चाहिए से कवि का आशय है बदलाव के लिए संघर्ष चेतना. फोर्थ क्वेश्चन, कवि ने पीड़ा को किसको समान बताया है? पर्वत के, जिनमें जीवन पर जीवंतता नहीं, उन्हें कवि ने किसको समान माना है? लाश के. 5 ക്വസ്റ്റ്യൻസ് ആണ് തിരഞ്ഞെടുത്ത് എഴുതാനായിട്ട് വരുന്നത്. പാഠാന്ത